നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപരാധങ്ങൾക്കുള്ള മറുപടി. പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഫേസ്ബുക്കിൽ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ കാണുന്ന ഒരു പേരാണ് ജിമ്മി പോൾ. ഞാൻ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്നത് പറട്ട ജിമ്മി എന്നാണ്. അങ്ങനെ വിളിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ശക്തമായി നിന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിനിട്ട പേരാണ് പറട്ട ജിമ്മി. അന്ന് എന്തുകൊണ്ട് അദ്ദേഹം ആ പേരിട്ടെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ്. അദ്ദേഹവുമായിട്ടും ഇദ്ദേഹം വൻ ഉടക്കായിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എന്നെ അറിയാം, വളരെ വ്യക്തമായി എന്നെ അറിയാം. മാത്രമല്ല, നമ്മൾ ക്ലബ് ഹൗസിൽ സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം ഇദ്ദേഹം എന്നോട് വന്ന് പലപ്പോഴും റൂം ഒരു സുഭാഷേ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കുകയും ഞാൻ പലപ്പോഴും റൂം ഇടുകയും അവരുടെ കാഴ്ചപ്പാട് പോലെ തന്നെ അവരോട് നിന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ക്ലബ് ഹൗസ് വിട്ട ശേഷം കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല. അവരുടേതായ വഴിക്ക് പോകുന്നു, ഞാൻ എൻ്റെതായ വഴിക്ക് പോകുന്നു. എന്നാൽ നമ്മൾ ഫേസ്ബുക്കിൽ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹത്തിന്, എൻ്റെ ആശയം എനിക്ക്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ജിമ്മി പോൾ എന്നാണ് കാണുന്നത്. മാത്രമല്ല ഇവാഞ്ചലിസ്റ്റാണ്. അദ്ദേഹം ഒരു യുക്തി സഹമായ ക്രിസ്ത്യാനിയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ യുക്തി? നുണ പറയുന്നതാണോ, അപവാദം പറയുന്നതാണോ, അപരാധം പറയുന്നതാണോ യുക്തി? എന്നെ പലപ്പോഴും പറയുന്നത് ഞാൻ ഒരു സ്ട്രോ മാൻ ആണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വക്യോൽ കൂനയിൽ രൂപമുണ്ടാക്കി സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. സ്വന്തമായി കാര്യങ്ങൾ ഉണ്ടാക്കി വളച്ചൊടിക്കുന്നത് ആരെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇദ്ദേഹം, ഞാൻ ഫേസ്ബുക്കിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം എന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ആ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് നേരെ വ്യക്തിപരമായി കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതാണ് എൻ്റെ വീഡിയോയ്ക്ക് ആധാരം. അത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പ്രത്യേകിച്ച് ഈ ജിമ്മി പോളിനോട് നമ്മൾ സംസാരിച്ചാൽ നമുക്ക് ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുമായിട്ട് നമുക്ക് കുറച്ച് സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടി വരും. അതുകൊണ്ട് അവരെ വെറുപ്പിക്കുവാനോ അവരെ ഇകഴ്ത്തി കാണിക്കാനോ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെല്ലാം വർഷങ്ങളായി വളരെ ത്യാഗത്തോടെ പഠിക്കുകയും വളരെ അനുഭവ സമ്പത്തോടെ കർത്താവിന് നിൽക്കുന്നവരാണ്. അവരെ ഒന്നും ഇകഴ്ത്തി കാണിക്കാൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടോ അങ്ങനെ ഒരു രീതികളോ എനിക്കില്ല. എന്നാൽ ഇവരെ കൂടെ നിൽക്കുന്ന ഈ വ്യക്തി അവരുടെ കൂട്ടായ്മയുടെ പേരിലോ അവർ പ്രവർത്തിക്കുന്ന കാഴ്ചപ്പാടിന്റെ പേരിലോ ഒന്നും അല്ല പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം, ഈ ജിമ്മി പോൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ ആരെയും പറയുന്നില്ല. പക്ഷേ അവരെക്കുറിച്ച് കുറച്ച് പരാമർശങ്ങൾ ഇദ്ദേഹത്തിന്റെ എഴുത്തിലുണ്ട്. അത് നമുക്ക് ചോദിക്കണം. അപ്പോൾ ജിമ്മി പോൾ എന്നെ കുറിച്ച് പറഞ്ഞ അപരാധങ്ങൾക്കുള്ള മറുപടി ഞാൻ അതൊന്ന് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. എൻ്റെ ഫേസ്ബുക്കിൽ 5 ദിവസം മുമ്പ് ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുഭാഷിന് മറുപടിയുമായി ഇനി പോകരുതെന്ന സഹോദരങ്ങളുടെ വാക്ക് മാനിച്ചുകൊണ്ട് ഞാൻ നിർത്തിയെങ്കിലും ദൈവസഭയെ ആക്ഷേപിച്ചും കമ്മികളെ പുകഴ്ത്തിയുമുള്ള സുഭാഷിന്റെ പോസ്റ്റുകൾ തുടരുമ്പോൾ ഒരു മറുപടി കൊടുത്തില്ലെങ്കിൽ എൻ്റെ മനസാക്ഷി കുത്തുന്നതിനാൽ കാര്യകാരണങ്ങൾ വിശദീകരിച്ച പോസ്റ്റ് ഇവിടെ പൊതുസമൂഹത്തിന് സമർപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സഹോദരങ്ങൾ ഇദ്ദേഹത്തെ എനിക്ക് മറുപടി പറയാതിരിക്കാൻ തടഞ്ഞു എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ജനാധിപത്യ ലോകത്തിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഞാൻ എഴുതുന്ന കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഞാൻ വല്ല അസഭ്യമാണോ എഴുതി വയ്ക്കുന്നത്? യുക്തി ക്രിസ്ത്യാനിയായ നമ്മുടെ ജിമ്മി പോളോട് ഞാൻ ചോദിക്കുന്നു, എനിക്കെന്താ മറുപടി എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താ തെറിയാണോ? അപ്പോൾ സഹോദരങ്ങൾ ഇദ്ദേഹത്തെ വിലക്കി. ഏതാണ് ആ സഹോദരങ്ങൾ? അതും കൂടെ ഒന്ന് എഴുതി വെക്കണ്ടേ ജിമ്മി പോൾ? എങ്കിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ആ സഹോദരങ്ങൾക്ക് കുറച്ച് ബുദ്ധിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജിമ്മി പോളെ നീ എനിക്കെതിരെ വന്നാൽ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്നൊന്നും അവർക്കറിയാം. കാരണം ഞാൻ അനുഭവം കൊണ്ടും ഞാൻ വർഷങ്ങളായി ഈ ഫേസ്ബുക്ക് യൂട്യൂബ് മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. എങ്ങനെ നിന്നെ എടുത്തിട്ട് അലക്കണമെന്ന് എനിക്കറിയാം.
ഇവിടെ ജിമ്മി പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവസഭയെ ആക്ഷേപിക്കുന്നു, കമ്മികളെ പുകഴ്ത്തുന്നു. ദൈവസഭയെ ആക്ഷേപിച്ചു. എവിടെയാണ് ദൈവസഭയെ ആക്ഷേപിച്ചത്? കർത്താവിന്റെ ശരീരമാകുന്ന ദൈവസഭയെ ഞാൻ എവിടെയാണ് ആക്ഷേപിച്ചത്? ജിമ്മി പോളിനോട് പറയാം, എൻ്റെ കാഴ്ചപ്പാട് തന്നെ സഭയോടല്ല, അതിൽ കിടന്ന ലോകത്തോടാണ് എൻ്റെ യുദ്ധമെന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സത്യം സംസാരിക്കും, നഷ്ടങ്ങൾ നോക്കുന്നില്ല. എവിടെയാണ് ഞാൻ ദൈവസഭയെ ഇകഴ്ത്തി കാണിച്ചതെന്നുള്ള കാര്യം ജിമ്മി പോൾ കൃത്യമായിട്ടുള്ള തെളിവ് ഹാജരാക്കണം. മാത്രമല്ല ഇവിടെ പറയുന്നു, കമ്മികളെ പുകഴ്ത്തി. ഈ കമ്മികളെ പുകഴ്ത്താൻ എനിക്കെന്താണ്, എന്തെങ്കിലും പൈസ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും മാസാമാസമുള്ള വരുമാനം അവർ തരുന്നുണ്ടോ? അല്ലെങ്കിൽ പാർട്ടി ഓഫീസ് പൈസ എനിക്ക് വരുന്നുണ്ടോ? യുക്തിയെക്കുറിച്ചാണ് താങ്കളുടെ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അവനവന്റെ രാഷ്ട്രീയം അവനവൻ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ നീ കമ്മിയാണ്, ഇവൻ സംഖ്യയാണ്, മറ്റവൻ കൊങ്ങിയാണ് എന്ന് വിളിച്ച് ഈ രീതിയിൽ പറയുന്നത് ശരിയായ കാര്യമല്ല. കാരണം ഞാൻ അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിയല്ല. രാഷ്ട്രീയം സംസാരിക്കും, പക്ഷേ നിങ്ങൾ എഴുതിക്കുന്ന പോലെ അങ്ങ് കമ്മിയായി ആ രീതിയിൽ പ്രവർത്തിച്ച് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഈ ഇടതുപക്ഷ രാഷ്ട്രീയം വിട്ടിട്ട് വർഷങ്ങളായി. പക്ഷേ അതിനോട് ഒരു ചായ്വ് എപ്പോഴും എനിക്കുണ്ട്. കാരണം ഞങ്ങൾ അതിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളാണ്. പിന്നെ കള്ളത്തനങ്ങൾ പറഞ്ഞു വന്നാൽ അതിനെതിരെ സംസാരിക്കും, പോസ്റ്റ് ഇടും. എന്നാൽ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ഞാൻ ഒരു സമ്പൂർണ്ണ കമ്മി എന്നാണ്. അതിനുള്ള തെളിവ് താങ്കൾ ഹാജരാക്കേണ്ടതാണ്. സുഭാഷ് കുമാർ മണിയൻ എന്ന അന്ധകമ്മിക്ക് കമ്മ്യൂണിസ്റ്റുകാർ വീട് വെച്ചു കൊടുത്തുവെന്നും ക്രൈസ്തവ സഭക്കാരോ കോൺഗ്രസോ പാസ്റ്റർമാരോ വീട് വെച്ചു കൊടുത്തില്ല. ഇത് എവിടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എനിക്ക് വീട് വെച്ചു തന്നുമാണ്, പാർട്ടി വീട് വെച്ചു തന്നൊന്നുമല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ആർജവത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന വീടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷം അല്ലെങ്കിൽ പാർട്ടി എനിക്ക് വീട് വെച്ചു തന്നു ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. ഈ ആരോപണത്തിന് താങ്കൾ കൃത്യമായ തെളിവ് ഹാജരാക്കണം. ക്രൈസ്തവ സഭയോ കോൺഗ്രസോ എനിക്ക് വീട് വെച്ച് തന്നില്ല, മാത്രമല്ല പാസ്റ്റർമാരോ വീട് വെച്ച് തന്നില്ല എന്നുള്ള വാദം ഏത് പോസ്റ്റിൽ എവിടെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്? ഇത് മൊത്തം നുണയാണ്. ഞാൻ ചോദിക്കുന്നത്, യുക്തി ക്രിസ്ത്യാനിയായ ജിമ്മി പോളെ, ഈ നുണ എഴുതി വെക്കാനാണോ താങ്കളോട് താങ്കളെ വിലക്കിയ സഹോദരന്മാർ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ ഈ നുണ എഴുതിയതിനുള്ള മറുപടി നിങ്ങളെ വിലക്കിയ സഹോദരന്മാരുണ്ടല്ലോ, മാത്രമല്ല നിങ്ങളുടെ പോസ്റ്റിൽ ലൈക്ക് അടിച്ച സഹോദരന്മാരുണ്ടല്ലോ, അവരും കൂടെ ഇതിന് മറുപടി പറയേണ്ടതാണ്. പാസ്റ്റർമാർ, ക്രിസ്ത്യാനികൾ എനിക്ക് കോൺഗ്രസ്സുകാർ വീട് വെച്ച് തന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന്. എവിടെയാണ് യുക്തി ക്രിസ്ത്യാനിയായ ജിമ്മി പോളെ ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്? അതിനുള്ള തെളിവ് ജിമ്മി ഹാജരാക്കണം. ഇദ്ദേഹം പറയുന്നത് ഞാൻ ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നു. എവിടെയാണ് ഞാൻ ക്രിസ്ത്യാനികളെ അപമാനിച്ചത്? അവിടെ അവമാനിക്കപ്പെടുന്നത് തിന്മ ചെയ്യുന്നവരാണ്, വ്യാജം ചെയ്യുന്നവരാണ്, പണമോഹികളാണ്, ദുരുപദേശം പറയുന്നവരാണ്, കള്ളരാഷ്ട്രീയം കളിക്കുന്നവരാണ്, ദൈവസഭയ്ക്ക് യോജ്യമല്ലാത്ത ജഡീക സ്വഭാവങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണ്. വലിയ പാസ്റ്റർമാരായി നിന്നുകൊണ്ട്, വലിയ വിശ്വാസികളായി നിന്നുകൊണ്ട് ഒരിക്കലും ബൈബിളുമായി യോജിച്ചു പോകാത്ത, ക്രിസ്തുവിന്റെ സ്വഭാവവുമായി യോജിച്ചു പോകാത്ത ജഡീകമായ ഇവരുടെ കടന്നു വന്ന, ഇവർ എവിടെ നിന്ന് കടന്നു വന്നോ ആ സ്വഭാവങ്ങൾ ഇവർ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ യഥാർത്ഥ ക്രിസ്ത്യാനികളെ, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള, ക്രിസ്തുവിന്റെ സഭയ്ക്ക് യോജ്യമായിട്ടുള്ള, ക്രിസ്തുവിന്റെ മാർഗം പിൻപറ്റുന്ന, ക്രിസ്തുവിന്റെ സ്നേഹം കൊടുക്കുന്ന, ക്രിസ്തുവിന്റെ പ്രവർത്തികളെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു ക്രിസ്ത്യാനികളെയും ഞാൻ ആക്രമിച്ചിട്ടില്ല, അപമാനിച്ചിട്ടില്ല. ക്രൈസ്തവ മൂല്യങ്ങൾക്കും സ്വഭാവങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ഞാൻ സംസാരിക്കും. അതെന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഞാൻ കാണുന്ന ക്രിസ്തു, ഞാൻ വായിക്കുന്ന തിരുവെഴുത്ത്, അതിലെ സത്യങ്ങൾ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് അസത്യം കാണുമ്പോൾ, തിന്മ കാണുമ്പോൾ അതിന് നേരെ ഞാൻ സംസാരിക്കും. അത് നല്ല ക്രിസ്ത്യാനികളെ അല്ല, ഉടായിപ്പന്മാരെയാണ്. ഞാൻ നല്ല ക്രിസ്ത്യാനികളെ ഞാൻ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യാനികളെ ഞാൻ അപമാനിച്ചു. എവിടെ അപമാനിച്ചു? വ്യാജത്തിനും താങ്കൾ മറുപടി പറയേണ്ടതാണ്. പിന്നെ പറയുന്നു, ഞാൻ എവിടെയെങ്കിലും ഈ ലൈഫ് മിഷൻ പദ്ധതിയെ കൂടി അല്ലാതെ, ഇടതുപക്ഷ സർക്കാർ എന്ന് പറയാതെ ഞാൻ എവിടെയെങ്കിലും
പാർട്ടി ഓഫീസിൽ നിന്ന് തന്ന പണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത് പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്ത കാശ് കൊണ്ടോ സഖാക്കൾ തിരുവനന്തപുരം ടൗണിൽ ബക്കറ്റ് വീട് നടത്തിയോ കിട്ടിയ കാശ് കൊണ്ടോ ഉണ്ടായി കൊടുത്ത വീടാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആരാണ് വക്യോൽ കൂനയിൽ രൂപം ഉണ്ടാക്കുന്നത്? ആരാണ് വളച്ചൊടിക്കുന്നത്? ആരാണ് പറയാത്ത കാര്യം പറയുന്നത്? ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ പാർട്ടി ഓഫീസിലെ ബക്കറ്റ് വിരിവെടുത്താണ് അല്ലെങ്കിൽ പാർട്ടിയുടെ വണ്ടി നിന്നാണ് എനിക്ക് വീട് വെച്ച് തന്നെന്ന്? ഇങ്ങനെ നുണ എഴുതിക്കൊണ്ട് എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത് ഈ ലൈഫ് മിഷൻ പദ്ധതി എങ്ങനെ നടപ്പാക്കി എന്നുള്ളതാണ്. ലൈഫ് മിഷൻ പദ്ധതി എങ്ങനെ നടപ്പാക്കി, അതിൽ എന്തെല്ലാം ഫണ്ടുകളാണ് വരുന്നത്, ഇതെല്ലാം വളരെ വ്യക്തമായി ഗൂഗിളിലും നമ്മുടെ മുമ്പിലും വ്യക്തമാണ്. അത് ആർക്കാ അറിഞ്ഞൂടാത്തത്? ഇതെന്തിനാ എന്നോട് പറഞ്ഞു തരുന്നത്? അപ്പോൾ ഈ ഒരു കാര്യത്തെ എഴുതാൻ വേണ്ടി ആദ്യം വളച്ചൊടിക്കുകയും നുണകൾ പറയുകയും വ്യാജം പറയുകയും കള്ളമെഴുതി പിടിപ്പിക്കുകയും ചെയ്തിട്ട് അതിനുശേഷമാണ് പുള്ളി എങ്ങനെയാണ് ലൈഫ് മിഷൻ പദ്ധതി ഈ വീടുകൾ വെച്ച് കൊടുത്തത്, ഗവൺമെന്റ് നടപ്പാക്കിയതിനെ കുറിച്ചുള്ള വിവരണം പറയുകയാണ്. അതിൽ ലൈക്ക് അടിച്ചിരിക്കുന്നത് ചില സഹോദരന്മാരുണ്ട്. ഞാൻ ചോദിക്കുന്നത്, പ്രിയ സഹോദരന്മാരെ, ഈ ജിമ്മിയെ ഈ എഴുതിയ കള്ളം, എനിക്ക് നേരെ എഴുതിയ കള്ളം, തെളിവില്ലാതെ എനിക്ക് നേരെ എഴുതിയ വ്യാജം, ഇതിന് നിങ്ങൾ ഹാർട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളും ഈ കാര്യത്തിന് സമ്പൂർണ്ണ ഉത്തരവാദി ആയതുകൊണ്ട് എനിക്ക് നേരെ ജിമ്മി ഇട്ട ഈ പോസ്റ്റിന് ഈ ഹാർട്ട് അടിച്ച പേരെടുത്ത് ഞാൻ പറയുന്നില്ല, സഹോദരന്മാർ എനിക്ക് മറുപടി തരേണ്ടതാണ്. മാത്രമല്ല നിങ്ങളുടെ പിന്നിലുള്ള സഹോദരന്മാരും എല്ലാ കാലത്തും ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എനിക്ക് നേരെ ജിമ്മി പറഞ്ഞ അപരാധങ്ങൾക്ക്, അപവാദങ്ങൾക്ക് ലൈക്ക് അടിച്ച നിങ്ങൾ ഇതിന് ഉത്തരവാദിയാണ്. നിങ്ങളും ഇതിനെനിക്ക് മറുപടി തരേണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളെ വളഞ്ഞ വഴിയിൽ ഇകഴ്ത്തി കാണിക്കുന്നു. അതിനൊരു തെളിവ് പറയണം. എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ വളഞ്ഞ വഴിയിൽ ഞാൻ ഇകഴ്ത്തി കാണിച്ചിരിക്കുന്നത്? ആ പോസ്റ്റിൽ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ ഞാൻ വളഞ്ഞ വഴിയിൽ ഇകഴ്ത്തി കാണിക്കുന്നത്? അതിനുള്ള തെളിവ് ജിമ്മി ഹാജരാക്കണം. ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വീട് കിട്ടി. ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തി പറയുന്നില്ല എന്നാണ്. ഇതൊരു മുൻകൂർ ജാമ്യമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ കൂടി പാവങ്ങളായിരിക്കുന്ന 3 സെന്റുള്ള ആൾക്കാർക്ക്, ഭവനമില്ലാത്ത ആൾക്കാർക്ക്, ഒരുപാട് പേർക്ക് ഭവന പദ്ധതിയിൽ കൂടി വീട് കിട്ടി. ഈ വീട് കിട്ടിയവരെ കുറിച്ച് അദ്ദേഹം പറയുന്നതാണ് നല്ല കാര്യമെന്നല്ല, അവരെ കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. എന്താ അവരെ കുറിച്ച് പറഞ്ഞാൽ? അവർക്കറിയാം ആരാണ് വീട് കൊടുത്തതെന്നും. അത് ഇടതുപക്ഷ സർക്കാരാണ് വീട് കൊടുത്തത്. ഇതൊരു മുൻകൂർ ജാമ്യമാണ്. കാരണം അവരെ വിഷമിപ്പിക്കേണ്ട, എന്നെ മാത്രം മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുകയാണ്. എടോ, താൻ ആക്രമിച്ചത്, താൻ സംസാരിച്ചത് ലൈഫ് മിഷൻ പദ്ധതി മുഴുവനുമാണ്. അതാണ് താങ്കളുടെ പോസ്റ്റ്. ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ ഈ ലൈഫ് മിഷൻ പദ്ധതിയെ മുഴുവനായി താങ്കൾ എനിക്ക് നേരെ നുണ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു. ഞാൻ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടിയ എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്നെ കുറിച്ച് മാത്രമാണെന്ന്. എന്നെ കുറിച്ച് പറഞ്ഞു വരുന്നതോ മൊത്തം നുണകളും. ഈ പോസ്റ്റിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പിണറായി സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ തൻ്റെ പോസ്റ്റ് തനിക്ക് തന്നെ വിരോധമാണ്. ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് താൻ്റെ പോസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാണ് താൻ പോസ്റ്റ് ഇട്ടത്? എന്നെ കുറിച്ച് കുറെ നുണ പറയാനാണോ? അതിനാണ് നിങ്ങളുടെ സഹോദരന്മാർ സപ്പോർട്ട്. ഇതിനെ ഞാൻ പറയുന്നത്, താങ്കളുടെ പോസ്റ്റ് താങ്കൾ വായിച്ചു നോക്കൂ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 1ാം പിണറായി സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കി. സർക്കാർ നടപ്പാക്കിയ ഒരു കാര്യം തന്നെയാണ് ഈ ഭവന പദ്ധതിയിൽ എനിക്ക് വീട് ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഇകഴ്ത്തി കാണിക്കുന്നത്? പാർട്ടി ഓഫീസിൽ നിന്ന് ഫണ്ട് ഒന്നും ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൻ്റെ പോസ്റ്റ് തനിക്ക് തന്നെ ഒരു പാരയാണ്. ജിമ്മി പോളെ, പെട്ര ജിമ്മി, പരട്ട ജിമ്മി. ഞാൻ എന്താണോ പറഞ്ഞത് അതിനെ താൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ കുറെ നുണകൾ ഇതിനകത്ത് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഫണ്ടുകളുടെ സ്രോതസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫണ്ടുകളുടെ സ്രോതസ് എന്താണ്? തദ്ദേശ സ്വയംഭരണം, പിന്നെ കേന്ദ്ര സർക്കാർ വിഹിതം, സംസ്ഥാന സർക്കാർ വിഹിതം, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബാങ്ക് വായ്പകൾ, CSR ഫണ്ടുകൾ. സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ അത് സർക്കാരിന്റെ ഫണ്ടല്ല, ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. ടാക്സും ഈ ഫണ്ടുകളൊക്കെ ഏകോപിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ തങ്ങളുടെ പദ്ധതികൾ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിനുള്ളതാണ്, അവകാശങ്ങൾ പൗരന്മാർക്കുള്ളതാണ്.
ടാക്സും അവകാശങ്ങളും വേർതിരിക്കാൻ കഴിയില്ല. അത് പൂരകങ്ങളായ ഒന്നാണ്. തൃത്വത്തെ വേർതിരിക്കാൻ കഴിയാത്തതുപോലെ ഉള്ള ഒന്നാണ് ടാക്സും പൗരന്റെ അവകാശങ്ങളും. ടാക്സ് ഗവൺമെന്റിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതി എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ള കുറിച്ച് നല്ല ബോധ്യവും വിവരവും എനിക്കുണ്ട്. പക്ഷേ അത് നടപ്പാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ്. അവരാണ് എനിക്ക് വീട് വെച്ച് തന്നത്. കാരണം അവർക്കുള്ള കാഴ്ചപ്പാട്, ജനക്ഷേമ പദ്ധതികൾ, ഭവനമുള്ളവർക്ക് ഭവനം, പട്ടയമുള്ളവർക്ക് പട്ടയം, വെള്ളമുള്ളവർക്ക് വെള്ളം, വൈദ്യുതിയുള്ളവർക്ക് വൈദ്യുതി, റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ റോഡ്, അവരുടെ കാലത്തുണ്ടായ വികസനങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ, ജനക്ഷേമ പദ്ധതിയിൽ എനിക്ക് ലഭിച്ച ലൈഫ് മിഷൻ പദ്ധതി ഇടതുപക്ഷ സർക്കാർ തന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു കുറ്റവുമില്ല. അതിന് ജിമ്മി പോൾ എന്ന് പറയുന്ന പറട്ട ജിമ്മി, നിനക്കെന്താണ് കുഴപ്പം? നീ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ടാക്സ് ആണ് എനിക്ക് തന്നത്. എടോ, നിന്റെ ടാക്സ് പിരിച്ച് ആണോ ഞാൻ ഇത്രയും ചെറിയൊരു വീടുണ്ടാക്കിയത്? അല്ലെങ്കിൽ നിനക്ക് ടാക്സ് കിട്ടുന്നില്ലേ? നീ എതിർക്കുന്ന എത്രയോ ആൾക്കാരുടെ ടാക്സ് നിനക്ക് ലഭിക്കുന്നു. അപ്പൊ ടാക്സ് അല്ല പ്രശ്നം. ടാക്സ് ഒരു പൗരന്റെ കടപ്പാടാണ്, കർമ്മമാണ്, അവൻ കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ അത് പിരിച്ച് കൃത്യമായി ജനക്ഷേമ പദ്ധതിയിൽ നടപ്പാക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റാണ് ഇടതുപക്ഷ സർക്കാർ. ആ സർക്കാരാണ് എനിക്ക് വീട് തന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പാർട്ടി ഓഫീസിൽ നിന്ന് വീട് തന്നെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. പാസ്റ്റർമാർ വീട് തന്നിട്ടില്ല. മാത്രമല്ല എനിക്ക് കോൺഗ്രസ് വീട് തന്നിട്ടില്ല. ഞാൻ ക്രിസ്ത്യാനികൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് എന്നുള്ള തന്റെ വ്യാജമുണ്ടല്ലോ ഒരു ക്രിസ്ത്യാനിക്ക്, പ്രത്യേകിച്ച് യുക്തി ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല എന്ന് തന്നെ ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. താൻ ഇതിനൊക്കെ തെളിവ് വയ്ക്കണം. തന്നെ ലൈക്ക് അടിച്ച സഹോദരന്മാരും എനിക്ക് തെളിവ് ചേരണം. എനിക്ക് വേറെ ഒന്നും വേണ്ട, തെളിവ് വന്നാൽ മതി. പിന്നെ പറയുന്നത്, നീ ചിന്തിക്കുന്ന പോലെ AKG സെന്ററിന് പണം തന്നില്ല എന്ന്. ഞാൻ എവിടെയാണ് ചിന്തിച്ചത്, എവിടെയാണ് എഴുതിയത് AKG സെന്ററിനാണ് പണം തന്നെന്ന്? പിന്നെ ചോദിക്കുന്നു, ക്രിസ്ത്യാനികൾ എവിടെയാണ് വീട് വെച്ച് കൊടുത്തെന്ന്. എടാ പറട്ട ജിമ്മി, ഞാൻ ക്രിസ്ത്യാനികൾ എവിടെയെങ്കിലും വീട് വെച്ച് കൊടുത്തെന്ന് ചോദിച്ചു. എത്രയോ ക്രൈസ്തവ സഹോദരങ്ങൾ, എത്രയോ ക്രിസ്തീയ സമൂഹങ്ങൾ, എത്രയോ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. എത്രയോ വ്യക്തികൾ, സഹോദരങ്ങൾ ദൈവനാമത്തിനും എന്തെല്ലാം ചെയ്യുന്നു. ഞാൻ ചോദിച്ചത് നീ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇടതുപക്ഷ സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് അനുവദിച്ചു തന്ന ഞാൻ ചോദിക്കുന്നു, നീ ക്രിസ്ത്യാനി എന്ന് പറയുന്ന, യുക്തി ക്രിസ്ത്യാനി എന്ന് പറയുന്ന നീ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? നിന്റെ കൈയിരിക്കുന്ന പണത്തിൽ നിന്നും നിന്റെ കൈയിരിക്കുന്ന വസ്തുവിൽ നിന്നും പാവങ്ങൾക്ക് സഹായിച്ചിട്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നീ അതിനെ വളച്ചൊടിച്ച് പാസ്റ്റർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ, കോൺഗ്രസ്സുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ, മാത്രമല്ല ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കാൻ നീ എന്റെ വാക്കുകളെ, ഞാൻ പറയാത്ത കാര്യങ്ങളെ നീ വളച്ചൊടിച്ചു. ഇല്ലാ കഥ പറഞ്ഞു. ആ ഇല്ലാ കഥ പറഞ്ഞ് എഴുതി വെച്ചതിന് നിന്നെ വിലക്കിയ എനിക്കറിയാവുന്ന ബുദ്ധിയും വിവേകവുമുള്ള സഹോദരങ്ങൾ നിനക്ക് ലൈക്ക് അടിച്ചു. നീ എഴുതിയത് നീ ഒരു പൊട്ടനാണ്. പക്ഷേ ഈ ലൈക്ക് അടിച്ചതാണ് എന്നെ ചിന്തിപ്പിച്ചത്. അതാണ്. ഈ പൊട്ടത്തരങ്ങൾക്ക് ഇവർ ലൈക്ക് അടിച്ചിരിക്കുകയാണ്. അറിവുള്ളവർ, കാര്യകാരണ സഹിതം തിരിച്ചറിയുന്നവർ, കാര്യകാരണ സഹിതം സമൂഹത്തിൽ ഇടപെടുന്നവർ. അപ്പോൾ ഇവർക്ക് എന്താണ് ലൈക്ക് അടിക്കാൻ കാരണം? അത് വേറൊന്നുമല്ല, നിലനിൽപ്പാണ്. നിലനിൽപ്പ് മാത്രമാണ്. അവർക്ക് സത്യവും നീതിയും എന്നൊക്കെ പറയുന്നത് നിലനിൽപ്പിന് ശേഷം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല എങ്കിൽ ഇതിനൊക്കെ തെളിവ് ഈ ലൈക്ക് അടിച്ചവന്മാർ കാണിക്കണം. എനിക്ക് ഏറ്റവും അടുത്ത സഹോദരന്മാരാണ് ലൈക്ക് അടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന് ചോദ്യം ചെയ്യണമായിരുന്നു, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ശരിയാണോ, ഈ പറഞ്ഞിരിക്കുന്ന ശുപാർശ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ലല്ലോ. അപ്പോൾ കൂട്ടത്തോടെ ജിമ്മി പോളിന്റെ വ്യാജ പോസ്റ്റിന് നിങ്ങൾ ലൈക്ക് അടിക്കുകയും എനിക്ക് നേരെ ഒരുമിച്ച് വരികയും ചെയ്തു. എന്നാൽ ഞാൻ തിരിച്ച് സംസാരിച്ചപ്പോൾ ജിമ്മി പോൾ മാത്രമേ ഉള്ളൂ, മറ്റാരെയും കാണുന്നില്ല. എവിടെ പോയി ജിമ്മി പോളെ? ഞാൻ നിന്നോട് വെല്ലുവിളി ചോദിക്കുന്നു. നീ ഒരു യുക്തിയിൽ ക്രിസ്ത്യാനിയെങ്കിൽ, നീ ഒരു പെട്ട എങ്കിൽ, നീ ഒരു പറട്ട ജിമ്മിയെങ്കിൽ, ഈ എഴുതിയ വ്യാജങ്ങൾക്ക് നീ മറുപടി പറയാത്തിടത്തോളം കാലം, നീ തെളിവ് തരാത്തിടത്തോളം കാലം നീ ഒരു വ്യാജനാണ്, നീ ഒരു കള്ളനാണ്, നീ ഒരു അപവാദം പറയുന്നവനാണ്. തികച്ചും നിന്റെ പാരമ്പര്യ സ്വഭാവമോ ജഡീക സ്വഭാവമോ വിടാതെയാണ് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹോദരന്മാരെ കൂടെ നിൽക്കുന്നത്. നീ പലപ്പോഴും അവർക്കൊക്കെ
തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഒരു തലവേദനയാണ്. നീ ഇതിനെല്ലാം തെളിവ് പറയണം. തെളിവ് പറയാത്തോളം കാലം എൻ്റെ മുമ്പിൽ നീ വ്യാജനും കള്ളനും അപവാദം പറയുന്നവനും പിശാചിനാൽ ഭരിക്കപ്പെടുന്നവനുമാണ്. അല്ല എങ്കിൽ നീ ഒരു അഹങ്കാരിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് നീ ഇതിനെല്ലാത്തിനും തെളിവ് എൻ്റെ ഫേസ്ബുക്കിലോ യൂട്യൂബ് വീഡിയോ ഇറക്കിയോ നിനക്ക് സംസാരിച്ച് ഈ വിഷയത്തെ ഞാൻ പറഞ്ഞ കാര്യം, നിശ്ചയിച്ച കാര്യം തെളിവ് നിരത്തി സംസാരിക്കാൻ നിനക്കൊരു അവസരം കൂടി തരുന്നു. അപ്പോൾ നീ മറുപടി പറയുമല്ലോ. നിന്റെ കൂട്ടുകാരന്മാർ മറുപടി പറയുമല്ലോ. ലൈക്ക് അടിച്ച കൂട്ടുകാരന്മാർ, അവരെയും കൂടെ ഞാൻ വെല്ലുവിളിക്കുന്നു. ലൈക്ക് അടിച്ചവർ, ഹാർട്ട് കൊടുത്തവർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്ക്രീൻഷോട്ട് സഹിതം അല്ലെങ്കിൽ ഞാൻ സംസാരിച്ച വീഡിയോ സഹിതം നിങ്ങൾക്ക് ഹാജരാക്കാം. വ്യാജം പറഞ്ഞ് ഒരാളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അത് ക്രിസ്തീയമാണോടോ പറട്ട ജിമ്മി? അത് ദൈവികമാണോടോ പറട്ട ജിമ്മി? അത് സത്യമാണോടോ പറട്ട ജിമ്മി? നീ എന്താ വിചാരിച്ചത്? അപവാദം പറഞ്ഞ് അവമാനിക്കാമെന്നാണോ? ഇവിടെ അപവാദം നിലനിൽക്കത്തില്ല. സത്യം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സത്യം ആരെ പക്ഷത്തുണ്ടോ അവർ വിജയിക്കും. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഈ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും തിന്മയാണ്, വ്യാജമാണ്, കപടമാണ്, തികച്ചും എന്നെക്കുറിച്ച് പറഞ്ഞത് മൊത്തം അപരാധമാണ്. ഈ അപരാധത്തിനെല്ലാം ലൈക്ക് അടിച്ചവരും ജിമ്മി പോൾ എന്നാണ് പെട്ര ജിമ്മി എന്ന് വിളിക്കപ്പെടുന്ന പറട്ട ജിമ്മി കൃത്യമായി എനിക്ക് തെളിവ് സഹിതം മറുപടി തരേണ്ടതാണ്. അല്ലാത്തത്തോളം കാലം നീ വ്യാജനാണ്, കള്ളനാണ്, നീ തികച്ചും അപവാദം പറയുന്നവനാണ്, നീ ക്രിസ്തീയ മൂല്യങ്ങളെ നീ ചവിട്ടി വലിക്കുന്നവനും അതിന്റെ പേരിൽ നീ മുഖം മൂടി ധരിച്ചു നിൽക്കുന്ന ഒരു കള്ളനാണെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തിന് നീ മറുപടി വയ്ക്കുക. ഗോഡ് ബ്ലസ് യു.